ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇനി കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പോലീസ് കേസ് പോട്ടെ, കോടതിയിൽ നിന്റെ കൂടെ പോരണോന്ന് അവള് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതിന് സമ്മതിക്കും. പക്ഷേ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ അവളുടെയും വീട്ടുകാരുടെയും ഒക്കെ വായ അടച്ചു വെക്കാവുന്നേ. എടാ ഹരീഷെ, നീ എന്തോന്നാ ഇത്ര ആലോചിക്കുന്നത്? ഇതെല്ലാം കേട്ടുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, ഇതൊരു നല്ല സന്ദർഭ, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇത് കേട്ട് ഹരീഷ് പറയണം, സുധീഷ് ഏട്ടൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നീതുവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിച്ചോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണം, നീതു ഇറങ്ങി വന്നതിന് ഞാൻ എന്തിനാ സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിക്കുന്നത്? ഹരീഷ് ചോദിക്കണം, ഞാനിപ്പോ കല്യാണം കഴിച്ചാൽ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സുഭാഷ് ഏട്ടൻ നിന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണം, സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ല, പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിച്ചാൽ നന്നായിരിക്കുമോ? സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചിന്തിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എടാ, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എങ്ങനെ നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താമെന്നാ സുഭാഷ് ഏട്ടൻ ചിന്തിക്കുന്നത്, അല്ലാതെ സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ല. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, ഞാൻ പറയുന്നത് സുധീഷ് ഏട്ടൻ മനസ്സിലാകുന്നില്ലേ? എന്റെ കല്യാണം നടന്നാൽ സുഭാഷ് ഏട്ടൻ സന്തോഷിക്കുമായിരിക്കും, പക്ഷെ ഞാൻ അതിനെങ്ങനെ ശരിയെന്ന് പറയും? എനിക്കൊരു മനസാക്ഷിയില്ലേ? ഇപ്പൊ തന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നതിന് 1008 പ്രശ്നങ്ങളാ. അപ്പൊ സുധീഷ് പറയണ, എടാ, നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ഇവിടെ വാടില്ല എന്നുള്ളതല്ലേ നമ്മുടെ വീടിന്റെ പ്രശ്നം? ഇപ്പൊ നിധിയുണ്ട്, അടുത്തത് നീതു ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ ആ പ്രശ്നം ഇല്ലാതാകുമല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. അത് എന്തുകൊണ്ടാ? എവിടെ പോയാലും അനുജന്റെ കല്യാണം കഴിഞ്ഞു, എന്തുകൊണ്ടാ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞെന്ന് ചോദിക്കുന്നു. സുഭാഷ് ഏട്ടൻ പാവ, കുറച്ചു നാളത്തേക്ക് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ സമാധാനമായിട്ട് കഴിയട്ടെന്ന് കരുതിയല്ലേ നമ്മള് വിവാഹകാരി ഒന്നും കൊണ്ടുവരാഞ്ഞത്. ഇപ്പൊ ഞാനും കല്യാണം കഴിച്ചിട്ട് വന്നാൽ അത് സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിൽ വലിയ പ്രശ്നമാകില്ലേ? സുഭാഷ് ഏട്ടൻ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ അനിയന്മാര് രണ്ടുപേരും കല്യാണം കഴിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാ കല്യാണം കഴിക്കാതെന്ന് എല്ലാവരും ചോദിക്കില്ലേ? അപ്പൊ സുഭാഷ് ഏട്ടൻ എന്ത് മറുപടി പറയും? അങ്ങനെ ഒരു അവസ്ഥ സുഭാഷ് ഏട്ടന് കൊടുക്കണോ? നോക്ക് സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയണം, നീ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എടാ, വിവരമില്ലേ? ഒരു പെണ്ണ് നിനക്ക് വേണ്ടി വീട്ടുകാരെ ഉപേക്ഷിച്ച് ഈ വീട്ടിലേക്ക് വന്നിരിക്കുക, സന്തോഷമായിട്ട് അവളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കണ്ടേന്. നിന്റെ ചേട്ടനൊന്നും ഈ ജന്മത്തിൽ കല്യാണം നടക്കില്ല. ഒറ്റമരത്തിലെ കുരങ്ങനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ അങ്ങ് കഴിയും, അത് അവന്റെ തലയിൽ എഴുത്ത്. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ സുധീഷ് തടയുകയാണ്. ഹരീഷ് പറയുന്നു, നിങ്ങളുടെ മകനായിട്ട് പിറന്നു എന്നുള്ളതാ സുഭാഷിനുള്ള ഒരേ ഒരു ദോഷം. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായിട്ട് കാണാൻ അവന്റെ യോഗം. നിങ്ങളെ കുറിച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ ഹരീഷ് ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ, എടാ, നീതു ഇവിടെ ഉള്ളതാ, നീ നടങ്ങി നിൽക്കെന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ തടയുകയാണ്. എടാ, സുഭാഷേട്ടൻ ഇപ്പൊ വരും, ഇയാൾ പറയുന്നത് കേട്ട് സുഭാഷേട്ടൻ വിഷമിക്കും, ആവശ്യമില്ലാതെ ഇയാൾക്ക് ചെവി കൊടുക്കണ്ട, ഒന്ന് പോകുന്നുണ്ടോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഓ, ഇവരെല്ലാവരും ആവശ്യമുള്ളതും ഞാൻ അനാവശ്യമാണല്ലോ സംസാരിക്കുന്നത്, ഇതെന്താ ലേഡീസ് ഹോസ്റ്റലാണോ? അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ, സുധീഷേട്ടാ, കേട്ടില്ലേ, വീട്ടിലുള്ള ഇയാൾ തന്നെ നമ്മുടെ ചേട്ടനെ പറ്റി പറയുന്നത്. ഞാനിപ്പം കല്യാണം കഴിച്ചാൽ നാട്ടുകാരും ഇത് തന്നെയായിരിക്കും സുഭാഷേട്ടനെ കുറിച്ച് പറയുന്നത്. എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ഈ ആലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കല്യാണം എന്ന ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. നീതുവിനെ തിരിച്ചയക്കാനും പറ്റില്ല, അതുകൊണ്ട് എനിക്ക് അവളെ കല്യാണം കഴിക്കാനും പറ്റില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കാം. തുടർന്ന് നിധിയുടെ റൂമിലിരിക്കുന്ന നീതുവിന്റെ അരികിലേക്ക് ചായയുമായി വരികയാണ് നിധി. ചായ വാങ്ങിച്ച് നീതു ചോദിക്കുന്നു, ഈ ചായ ചേച്ചി ഉണ്ടാക്കിയതാണോ? അതേന്ന് നിധി പറയുമ്പോൾ നീതു പറയുകയാണ്, കൊള്ളില്ല. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. അപ്പൊ നീതു പറയുന്നു, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നന്നായിട്ടുണ്ട്. അപ്പൊ നിധി പറയുകയാണ്, ചായ ഞാനല്ല ഉണ്ടാക്കിയത്, സുഭാഷ് ഏട്ടനാ. അപ്പൊ ചേച്ചി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതോന്ന് നീതു ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാനും ചുമ്മാതെ പറഞ്ഞതാ. ചിരിച്ചുകൊണ്ട് നീതു പറയുന്നു, ഓ അങ്ങനെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി ചായ കുടിക്കുമ്പോൾ നീതു ചോദിക്കുന്നു, ഹരീഷിന്റെ എന്റെയും കല്യാണം നടക്കാൻ പോവുകയാണോ? ചുമച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു, എന്താ ചോദിച്ചേ? അപ്പൊ നീതു ചോദിക്കാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവുകയാണോ എന്നാ ചോദിച്ചേ. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ എനിക്ക് സന്തോഷാ, തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലാകും. അപ്പൊ നിധി പറയുകയാണ്, നീതു, കല്യാണം എന്നത് വലിയ കാര്യമാണ്, അങ്ങനെ ഒരു തീരുമാനമൊക്കെ നമുക്ക് ഉടനെ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ നീതു ചോദിക്കുന്നു, ചേച്ചി, എന്താ ഇത്ര വലിയ കാര്യം? കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ കല്യാണം നടത്തേണ്ടതല്ലേ? എനിക്ക് ഓക്കെയാ, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. നിധി ചോദിക്കുന്നു, നീതു ചെറിയ പെൺകുട്ടിയല്ലേ? ഇത് കേട്ട നീതു ചോദിക്കേണ്ട, ചെറിയ പെൺകുട്ടിയോ? എനിക്ക് 21 വയസ്സായി, കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. ചിരിച്ചുകൊണ്ട് നിധി ചോദിക്കേണ്ട, നീതു ഇപ്പം കോളേജിൽ പഠിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ കല്യാണം കഴിക്കുക? അപ്പൊ നീതു പറയണ, അതിലെന്താ, ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, എന്റെ വീട്ടില് ഒരു ദിവസം മുഴുവൻ കഴിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കോളേജിലേക്ക് പോകുന്നത്, എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ സമ്മതാ. അപ്പൊ നിധി പറയണ, അവർ അതിനെ കുറിച്ചാ സംസാരിക്കുന്നത്, എന്താണ് തീരുമാനിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നീതു പറയണ, എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, പക്ഷെ
പക്ഷെ എന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് അടി വാങ്ങി ചാകാൻ വയ്യ. അടി എന്ന് പറഞ്ഞാൽ എന്തൊരടി അടിക്കുന്നതറിയോ? എന്റെ ശരീരത്തെല്ലാം ചുവന്ന് കിടക്കുക. അതൊക്കെ കാണിച്ചാൽ ചേച്ചി പോലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. എന്റെ അമ്മയും എന്റെ ചേട്ടനും മത്സരിച്ച് എന്നെ തല്ലുക. രക്ഷപ്പെടാൻ ഞാൻ എത്ര തവണയാ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുക. ഹരീഷിനോട് സംസാരിക്കരുത്, കാണരുത്, അവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ തല്ലുന്നത്. എനിക്ക് ഹരീഷിനെ കാണാതെയും സംസാരിക്കാതെയും ജീവിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും മാറിയിരുന്ന ആരും കാണാതെ ഹരീഷിനോട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ ചെറിയ വീടായതുകൊണ്ട് എവിടെ ചെന്നിരുന്നാലും അവര് കാണും. എങ്കിൽ പുറത്തു പോയി കാണാന്ന് വിചാരിച്ചാൽ എന്റെ ചേട്ടൻ ഞാൻ എവിടെ പോകുന്നു എപ്പോ വരുന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഹരീഷിന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നെ തല്ലി ചതക്കുകയായിരുന്നു. ഇനി എനിക്ക് തല്ല് വാങ്ങാൻ വയ്യ. ഹരീഷിന്റെ എന്റെയും കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കിനി ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അത് മാത്രം ഓർമ്മയിൽ വെച്ചോ. ഇതെല്ലാം കേട്ട് നിധി പുറത്തേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ആ കുട്ടി എന്താ പറയുന്നത്? അപ്പൊ നിധി പറയണ, അവൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുഭാഷേട്ടാ, അവിടേക്ക് എന്നെ തിരിച്ചു വിടരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം സുധീഷും ഹരീഷും അകത്തേക്ക് കയറി വരികയാണ്. നിങ്ങൾ സംസാരിച്ചോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഹരീഷ് ഇപ്പം കല്യാണം വേണ്ടെന്നാ പറയുന്നത്. പുറത്തേക്ക് വന്നിരുന്ന ഭാസ്കരൻ അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇവൻ പറയുന്നതിലും ഒരു ന്യായമുണ്ട് സുഭാഷേട്ടാ, എന്ത് ചെയ്യണമെന്നറിയില്ല. കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയാണ്, സുഭാഷേട്ടാ കല്യാണത്തെ കുറിച്ച് സംസാരിക്കണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, കല്യാണം നടത്താതെ നമുക്ക് ആ പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നീതു ഉണ്ടെന്നറിഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ കല്യാണം നടത്തണമെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇനി അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ എങ്കിൽ കല്യാണം നടത്താം. അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ഈ കാര്യത്തിലെ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. അപ്പൊ സുധീഷ് ചോദിക്കണ്ട, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ചോദിച്ചോ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോ, ഇറങ്ങിപ്പോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിങ്ങളുടെ വിധി ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് നന്നായി വരും. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ നിധി പറയുകയാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നീതുവിന്റെ വീട്ടിൽ നിന്നും എപ്പോ വേണമെങ്കിലും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് ശരിയാ, പക്ഷേ അവിടുന്ന് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇനി ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് നീതുവിനെ ഇറക്കി വിട്ടതല്ലേ. കുറച്ചു നാളത്തേക്ക് നീതു എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ലാന്ന് കരുതി നീതുവിനെ വെറുതെ വിടാനും സാധ്യതയുണ്ട്. അപ്പൊ നിധി പറയണ, അങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഡിസൈഡ് ചെയ്യണ്ടേ. അപ്പൊ നികേഷ് പറയുകയാണ്, ഹരീഷേട്ടാ നീതുവിനെ ഞാൻ കല്യാണം കഴിക്കുക, അത് നല്ലൊരു തീരുമാനമാ. അപ്പൊ സുധീഷ് ചോദിക്കണ, എന്താടാ അവന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിന്റെ കല്യാണം ആണെന്നാണോ? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ ഞാനും നീതുവും കൂടി ഒന്ന് സംസാരിക്കട്ടെ. സുഭാഷ് ചോദിക്കണേ, എന്ത് ചോദ്യമാടാ ഇത്? ആ പെൺകുട്ടി നിന്നെ മതിയെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി വന്നതല്ലേ, ഇനി സംസാരിക്കുന്നതിന് എന്നോട് എന്തിനാ പെർമിഷൻ ചോദിക്കുന്നേ? ശരി സുഭാഷേട്ടാ ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധിയുടെ റൂമിന്റെ വാതിലിൽ തട്ടി വിളിക്കുകയാണ് ഹരീഷ്. വാതിൽ തുറന്ന് നീതു ചോദിക്കുന്നു, എന്താ? അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് പുറത്തു പോയാലോ? സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, പോകാ ഹരീഷ് വാന്നും പറഞ്ഞ് നീതുവിന്റെ ബാഗ് എടുക്കുകയാണ് ഹരീഷ്. സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് നീ എന്തിനാ ബാഗ് എടുത്തോണ്ട് പോകുന്നേ? അപ്പൊ ഹരീഷ് പറയണ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും, പേടിക്കണ്ട വാന്നും പറഞ്ഞ് നീതുവിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് ടെൻഷനോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹരീഷിന്റെ ബൈക്കിന്റെ പിന്നിലേക്ക് കയറി നീതു അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് നീതുവിനെയും കൂട്ടി ബീച്ചിലേക്ക് വരികയാണ് ഹരീഷ്. ഹരീഷ് ചോദിക്കുന്നു, നമുക്ക് അവിടെ ഇരുന്നാലോ? ശരിയെന്ന് നീതു മൂളുമ്പോൾ നീതുവിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ഇരിക്കുകയാണ് ഹരീഷ്. ഹരീഷ് ചോദിക്കുന്നു, കോഫി എന്തെങ്കിലും വേണോ? വേണമെന്ന് നീതു പറയുമ്പോൾ ശരി ഞാൻ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. കോഫിയും ബിസ്ക്കറ്റുമായി അവിടേക്ക് വന്ന ഹരീഷ് നീതുവിന് കോഫിയും ബിസ്ക്കറ്റും എടുത്തു കൊടുക്കുമ്പോൾ പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുകയാണ് നീതു. ഇതേപോലെ നിന്റെ ഒപ്പം ബീച്ചിലേക്കൊക്കെ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഹരീഷ് നീതുവിനെ നോക്കുമ്പോൾ നീതു ചോദിക്കാണ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഹരീഷ് ചോദിക്കാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തക്ക വിധം അവിടെ എന്താ നടന്നേ? അപ്പൊ നീതു ചോദിക്കാണ്, അതെന്ത് ചോദ്യമാണ് ഹരീഷ്, എന്തൊക്കെയോ നടന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി നീതു ഹരീഷിനോട് പറയുകയാണ്. തുടർന്ന് നീതു പറയുകയാണ്, നിന്നെ വേണമെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന്, വേണ്ടെങ്കിൽ നിനക്ക് ആ വീട്ടിൽ കഴിയാമെന്ന്. ഞാൻ എങ്ങനെ നിന്നെ മറക്കുക? അതാ ഇറങ്ങി പോകുന്നത്. ഇത് കേട്ട് ഹരീഷ് വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ നീതു കടലിലേക്ക് നോക്കി ഇരിക്കുകയാണ്. സ്നേഹത്തോടുകൂടി ഹരീഷ് നീതുവിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നീതു ചോദിക്കുന്നു, ഹരീഷ് നീയാണോ എന്റെ കയ്യിൽ പിടിക്കുന്നത്? നീതുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹരീഷ് പറയുകയാണ്, കഴിഞ്ഞ ദിവസം വീട്ടിൽ പോലീസ് വന്നപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു നീതു. നിന്റെ വീട്ടിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. നീ അവരുടെ മുമ്പിൽ വെച്ച് നിന്റെ വീടിനെ എതിർത്ത് ഞങ്ങളുടെ വീടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ നീതു പറയണ, സത്യം ഏതാണോ അതല്ലേ ഞാൻ സംസാരിച്ച ഹരീഷെ, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുകട, അതൊക്കെ ശരിയാ, പക്ഷെ അത് പറയാനും ഒരു ധൈര്യം വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നു. വേറെ ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പോലീസുകാർക്ക് മുമ്പിൽ ഏതൊരു പെണ്ണും അവരവരുടെ വീടിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ. പക്ഷെ നിനക്കങ്ങനെ തോന്നിയില്ലല്ലോ. നീ വന്ന് അവിടെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നം കുറച്ച് വഷളായേനെ. ഇത് കേട്ട് നീതു ചോദിക്കണ, അതെങ്ങനെ
അതെങ്ങനെ ഹരീഷേ? നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നാണം കെടുത്തുക? ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം? നീതുവിന്റെ കയ്യിൽ പിടിച്ച ഹരീഷ് പറയുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീതു. അപ്പൊ നീതു പറയണ, വീണ്ടും പറഞ്ഞേ, ഒന്നുകൂടി പറ. അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീതു. അപ്പൊ നീതു പറയണ, എനിക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഹരീഷ് ഉറക്കെ പറയുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നീതു. മതിയോ? സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നീതു പറയുകയാണ്, ഹരീഷ് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, ഇങ്ങനെയൊന്നും നീ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ നിന്നോടൊരു 100 തവണയെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഒരിക്കൽ പോലും എന്നോട് ലവ് യു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ട് നീ ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്ന് ജീവിക്കുമെന്നും ആ പെൺകുട്ടി ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ വന്ന് സംസാരിച്ചപ്പോൾ നീ വെറുതെ പറയുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മളൊരു 2 മാസം സംസാരിച്ചിട്ടുണ്ട്. ആ 2 മാസത്തില് നിന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണുന്നത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൊ പോലും നിന്നെ കല്യാണം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ തോന്നുവാണ് നീതു, നിന്നെ കല്യാണം കഴിക്കണം, നിന്റെ ഇപ്പൊ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ തോന്നുവാ. കണ്ടു നിറങ്ങിയ നീതു ചോദിക്കുന്നു, ഹരീഷ് നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നീ കരയുവാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയാണ്, കരയല്ല, സന്തോഷം കൊണ്ട് കണ്ണീര് വന്നതാ. അങ്ങനെ ഹരീഷിന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് നീതു. ഹരീഷ് പറയുന്നു, സത്യമായിട്ടും എനിക്കിപ്പം നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാ. ഇത് കേട്ട് നീതു ചോദിക്കണം, അപ്പൊ എന്നെ ഇനിയും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടില്ലല്ലോ? പെട്ടെന്ന് നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവിടാനായിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ എന്നെ വിശ്വസിച്ച് വന്നതല്ലേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇത് കേട്ട് നീതു പറയണ, ഇത് മതി എനിക്ക്. ഇനി അഖിലേട്ടനോ അച്ഛനോ അമ്മയോ ആരുവാണെങ്കിലും വരട്ടെ, എനിക്ക് ഒരു വിഷമവും ഇല്ല. അപ്പൊ ഹരീഷ് പറയണ, എല്ലാം ശരിയായിട്ടും ഉടനെ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. നീ എന്താ പറയുന്ന ഹരീഷ്? എന്താ നീതു ചോദിക്കും. ഹരീഷ് പറയണ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഒന്നിലും ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഉടനെ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമെന്നുള്ള വിശ്വാസം ഇല്ലാതെയിരുന്നേ. അപ്പോഴാ സുധീഷേട്ടൻ കല്യാണം കഴിച്ചോണ്ട് വന്നേ. അതിനുശേഷം എവിടെ സുഭാഷ് ചേട്ടന് പെണ്ണ് കാണാൻ പോയാലും എന്താ അനിയന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, ചേട്ടന്റെ കല്യാണം എന്താ നടക്കാൻ ഞാൻ ചോദിക്കും. ആ ചോദ്യത്തിന് എന്ത് മറുപടി പറഞ്ഞാലും ആരും അംഗീകരിക്കാറില്ല. സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കാത്തതിൽ പല കാരണങ്ങളുണ്ട്. സുധീഷ് ചേട്ടൻ നേരത്തെ കല്യാണം കഴിച്ചതും മറ്റൊരു കാരണമായി. ഇനി ഞാനും കൂടി കല്യാണം കഴിച്ചാൽ പിന്നെ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിൽ വിവാഹം നടക്കാനുള്ള സാധ്യത കുറവാ. 2 അനിയന്മാരും കല്യാണം കഴിച്ചു, ചേട്ടൻ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്ന് എവിടെ പോയാലും ചോദിക്കും. സുഭാഷ് ചേട്ടൻ വെറുത്ത് എനിക്ക് കല്യാണം വേണ്ടാന്ന് പറയും. ഇപ്പൊ തന്നെ സുഭാഷ് ചേട്ടൻ ആ ഒരു മാനസികാവസ്ഥയിലാ. വെറുതെ പെണ്ണ് കാണാന്ന് പറഞ്ഞ സുഭാഷ് ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി കോമാളി വേഷം കെട്ടിക്കുകയായിരുന്നു. കുറച്ചുനാള് സുഭാഷ് ചേട്ടൻ സമാധാനത്തോടു കൂടി കഴിയട്ടെന്ന് കരുതിയ ഞങ്ങളിപ്പം കല്യാണാലോചനകളൊന്നും കൊണ്ടുവരാത്തത്. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചാൽ ശരിയാകില്ല നീതു. അത് സുഭാഷ് ചേട്ടനോട് ചെയ്യുന്ന പാപമാ. പിന്നെ ഒന്നും ശരിയാക്കാൻ പറ്റില്ല. സുഭാഷ് ചേട്ടനെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല നീതു. നീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് വരെ ഞാൻ എന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. കല്യാണം കഴിക്കാൻ പണമൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടുമില്ല. ജോലിയും സെറ്റ് ആയിട്ടില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നിന്നെ കല്യാണം കഴിച്ചിട്ടും ചെയ്യാവുന്ന കാര്യം. പക്ഷേ സുഭാഷ് ചേട്ടന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇത് കേട്ട് നീതു പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരീഷ്. അപ്പൊ ഹരീഷ് പറയണ, അതുകൊണ്ട് നിന്നോട് വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. നീതു ചോദിക്കുന്നു, അപ്പോ കല്യാണം കഴിക്കാതെ നിന്റെ വീട്ടിൽ താമസിക്കാനോ? അപ്പൊ ഹരീഷ് പറയണ, അയ്യോ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് വലിയ തെറ്റാകും. നീതു ചോദിക്കുന്നു, അപ്പൊ എന്നെ ഈ ബീച്ചിൽ തനിച്ചാക്കിയിട്ട് പോകാനാണോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നീതുവിന്റെ തലയിൽ തട്ടുകയാണ് ഹരീഷ്. പുഞ്ചിരിച്ച നീതു പറയുന്നു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതൊന്നും അല്ല ഹരീഷ്. എന്നെ ഇഷ്ടപ്പെട്ട് നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചില്ലേ, അത് തന്നെ സന്തോഷമുള്ള കാര്യം. പക്ഷെ അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല, ഇനി നിനക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെല്ലാം ശരിയാകുന്നത് വരെ നിന്നെ ഞാൻ പുറത്ത് എവിടെയെങ്കിലും താമസിപ്പിക്കാം. ഏട്ടത്തി ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നില്ലേ, അവിടെ ചോദിക്കട്ടെ, നീ അവിടെ താമസിക്കോ? എന്റെ കാശൊന്നും ഇല്ല ഹരീഷ് എന്ന് നീതു പറയും. ഹരീഷ് ചോദിക്കുന്നു, നിന്നോട് ആരാ ഇപ്പൊ കാശ് ചോദിച്ച്? അതിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അവിടെ പോയി താമസിക്കുക, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അപ്പൊ നീതു പറയണ, അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നീ എന്നെ കല്യാണം കഴിച്ചാൽ മാലയൊക്കെ ഇട്ട് വീടിന്റെ മുന്നിൽ പോയി നിൽക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ അത് നടന്നില്ല, അതുകൊണ്ട് സാരമില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീതു പറയണേ, അല്ല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നീ പറഞ്ഞത് എനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ ഇതൊക്കെ ആലോചിച്ചത് തന്നെയാ. എനിക്ക് നിന്നെ ഇഷ്ടമാ, നിന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമാ. അതുകൊണ്ട് ഉടനെ നിന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹരീഷ് പറഞ്ഞത് ശരിയാ, സുഭാഷേട്ടൻ പാവമല്ലേ. അപ്പൊ നീ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന ഹരീഷ് പറയുമ്പോൾ നീതു പറയണേ, എന്തിനു ഞാൻ ഹോസ്റ്റലിൽ താമസിക്കണം? എനിക്ക് എന്റെ വീടില്ലേ. ഞാൻ ഒരാളെ പ്രേമിച്ചതിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിറക്കി വിടാനൊന്നും പറ്റില്ല. എനിക്ക് ആ വീട്ടിൽ അവകാശങ്ങളുണ്ടല്ലോ. ഞാൻ എന്തിനാ അവകാശങ്ങൾ വേണ്ടാന്ന് വെക്കണം? നിന്നെ അവരെന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, എന്നെ അവരെന്തെങ്കിലും ചെയ്താൽ നീ വരില്ലേ? അവരെന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് ടെൻഷനോടുകൂടി നീതുവിനെ നോക്കുകയാണ് ഹരീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്